വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ മക്കൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ടീച്ചർ വിചാരിക്കുകയാണ് കേട്ടോ. ടീച്ചർ എന്താണ് ഒരു ക്രിസ്തുമസ് അപ്പൂപ്പന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഇവിടെ വന്നതെന്നല്ലേ? ക്രിസ്തുമസ് എക്സാം ഇങ്ങ് അടുത്തില്ലേ? അതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പേ ആ ഒരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ എങ്ങനെയാണ് ഇതിനായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാവർക്കുള്ള ഒരു ആശങ്കയാണ് അല്ലേ? ഇപ്പൊ മലയാളത്തിന്റെ കേസിലൊക്കെ ആണല്ലോ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? നേരത്തെ തന്നെ ഒന്ന് അതിനനുസരിച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സെറ്റ് ആവും അല്ലേ? അപ്പോൾ എക്സാമിന് മുമ്പ് ക്രിസ്തുമസ് എക്സാമിനും ഒരുങ്ങുന്നതിന് മുൻപ് ഇതൊക്കെ ശ്രദ്ധിക്കണേ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങളെല്ലാം പഠിക്കണം. ടീച്ചർ പറയുന്നത് ഓരോ ദിവസവും നമ്മൾ ടൈം ടേബിൾ ഇട്ട് തുടങ്ങേണ്ട ഒരു സമയമായില്ലേ? അപ്പൊ പാഠങ്ങൾ കുറച്ച് പഠിച്ചു വരണം. ഇനി എടുക്കാനുള്ള പാഠങ്ങൾ എന്ത് ചെയ്യാ? എടുക്കാനുള്ള പാഠങ്ങള് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് പഠിച്ചു പോകുകയും മുൻപ് കഴിഞ്ഞ പാഠങ്ങള്, പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങള് എന്ത് ചെയ്യാ? അതൊന്ന് വായിച്ചു നോക്കുക അല്ലെ? ഓരോ സബ്ജക്റ്റിനും ആണ് കേട്ടോ, മലയാളത്തിൽ മാത്രമല്ല. അപ്പോ ഇനി മുൻവർഷ ചോദ്യ മാതൃകകൾ എന്ത് ചെയ്യണം? കാണാതെ പോകരുത്. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടീച്ചർ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ തരും കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കണം. എല്ലാ ടീച്ചേഴ്സും തരാറുണ്ട്. കാരണം എങ്ങനെയാണ് മാതൃക, കഴിഞ്ഞ മാതൃക പോലെയാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. അപ്പൊ മാതൃക പോലെ നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിലാണെങ്കിൽ അഭിമുഖം എഴുതുക അല്ലെ? സംഭാഷണം എഴുതുക, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, വർണ്ണന എഴുതുക, വിവരണം തയ്യാറാക്കുക. ഒരു മാതൃക നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്ന് അറിഞ്ഞു പഠിക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യം, ഇപ്പൊ ഒരു പത്രവാർത്ത വരികയാണെങ്കിൽ പത്രവാർത്ത വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അല്ലെ? പത്രവാർത്തയ്ക്ക് നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു തലക്കെട്ട് കൊടുക്കണം. പിന്നെ സ്ഥലം, കാര്യങ്ങൾ പിന്നെ അടുക്കി പെറുക്കി വൃത്തിയായിട്ട് എഴുതണം. അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രദ്ധിക്കണം. ഖണ്ഡികയൊക്കെ തിരിച്ച് വൃത്തിയായിട്ട്. അതുപോലെ വർണ്ണന തയ്യാറാക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ഭാഷ ഉപയോഗിക്കണം അല്ലെ? വെറുതെ ഇങ്ങനെ വിവരിച്ചെഴുതാതെ മനോഹരമായിട്ട് എഴുതാനൊന്ന് ശ്രദ്ധിക്കുക അല്ലെ? പിന്നെ സമയം ക്രമീകരിച്ച് എഴുതാൻ പഠിക്കണം. സമയം ക്രമീകരിച്ച് എഴുതാൻ പഠിക്കണേ എന്നാണ് പറയുന്നത്. സമയം ക്രമീകരിച്ച് എഴുതിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? കുറച്ച് സമയം നമുക്ക് മലയാളത്തിനൊക്കെ കുറച്ചധികം എഴുതാനുണ്ടാവും അല്ലേ? നമ്മള് ഒരു സംഭാഷണം എഴുതി, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി, കത്തെഴുതി വരുമ്പോഴേക്കും നമ്മുടെ സമയം തീർന്നു. അയ്യോ, 6 പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനം മുഴുവനായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെ 5 പ്രവർത്തനത്തിൽ മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ വരും. അപ്പോൾ ഓരോന്നിനും നമ്മൾ വാരി വലിച്ചെഴുതണ്ട. വാരി വലിച്ചെഴുതാതെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതുക. ഒരു വൃത്തിയില് നമ്മൾ എഴുതാൻ പഠിക്കുക. അത് കയ്യക്ഷരം വൃത്തിയാക്കണം എന്നല്ല, ഒരുപാട് എഴുതാതെ ചോദ്യത്തിൽ എന്താണോ ചോദിച്ചത് അത് തന്നെ ഉത്തരമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതിനുള്ള ഉത്തരം കൊടുക്കുക. അല്ലാതെ നമ്മള് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കഥ എഴുതാനാണ് പറയുന്നത്. കഥ എഴുതാൻ ചിലപ്പോൾ വരും അല്ലെ? സൂചനകളൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ തുടക്കം തന്നിട്ട് കഥ പൂർത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞു തന്നാല് നമുക്ക് എന്തൊക്കെ എഴുതാനുണ്ടാവും? അതിന് നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് വിശദീകരിക്കാതെ അല്ലെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതെ നമ്മൾ എന്ത് ചെയ്യുക? ആ കഥ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ടീച്ചർ പരിചയപ്പെടുത്തി തരും, ഒരുപാട് ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരും. നമുക്ക് വരാൻ സാധ്യതയുള്ള 1 വേർഡും പിന്നെ കടങ്കഥയും പഴഞ്ചൊല്ലും എന്നല്ലാതെ കുറച്ചധികം എഴുതാനുള്ള പത്രവാർത്തയും നോട്ടീസ്, ചിലപ്പോ അല്ലെ പ്രസംഗം എഴുതാനുണ്ടാവും. പ്രഭാഷണം അങ്ങനെ വരാറില്ല. നിവേദനം, ഉപന്യാസമൊക്കെ വലിയ ക്ലാസ്സിൽ വരാറുണ്ട് കേട്ടോ. വലിയ ക്ലാസ്സിലാണ് വരാറ്, ചെറിയ ക്ലാസ്സിൽ ഉപന്യാസം ഒന്നും വരാറില്ല. പിന്നെ ആസ്വാദനക്കുറിപ്പ് നിർബന്ധമായിട്ടും വരാറുണ്ട്. ഒരു കവിത തരും, അതിന് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അത് നമ്മൾ പഠിച്ച കവിതയൊന്നും ആവില്ല അല്ലെ? അപ്പൊ നമ്മളൊരു മാതൃക പഠിച്ചു വെച്ചാല് അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അഭിമുഖ ചോദ്യാവലി, ചിലപ്പോ ഒരു
കർഷകനെ അഭിമുഖം ഇന്റർവ്യൂ ചെയ്യാനുള്ള അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറയും. ഇല്ലെങ്കിൽ നിങ്ങളൊരു കലാകാരനെ കണ്ടാൽ അവരോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമ്മൾ എഴുതേണ്ടി വരും. പിന്നെ നമ്മൾ തയ്യാറാക്കേണ്ടത് പോസ്റ്ററാണ്. നല്ല ഭംഗിയിൽ വൃത്തിയിൽ പോസ്റ്റർ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡയറി കുറിപ്പ്, അതിന്റെ തീയതിയും ദിവസവും സമയവും എന്ന് ടീച്ചർ പറയാറുണ്ട്. സമയവും ഒക്കെ എഴുതിയിട്ട് നമ്മൾ ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ ഡയറി ആയിരിക്കും നമ്മളോട് എഴുതാൻ പറയാ. പിന്നെ അപേക്ഷ തയ്യാറാക്കാൻ, അപേക്ഷയും അധികം കാണാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ചേർത്ത് പിടിക്കാൻ സൈലത്തിൽ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പരീക്ഷയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ഇത്രയാണ് ശ്രുതി ടീച്ചർക്ക് പറയാനുള്ളത്. മക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യാം. അപ്പൊ ടൈം ടേബിൾ ഉണ്ടാക്കാൻ മറക്കരുത്. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം കേട്ടോ. പഠിക്കാത്ത പാഠങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് മക്കൾ പഠിച്ചു തുടങ്ങാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.